ഹലോ നമസ്തേ കപ്രീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ ദിവസമാണല്ലേ. ഇപ്പം നമ്മള് കിഴക്കേക്കോട്ട അയക്കുവാണ്. അപ്പൊ ഏരീസിൽ പടം കണ്ടിട്ട് ഉടനെ വന്ന് എടുക്കുന്നതാണ്. അതാണ് ഈ ശബ്ദം. ഏത് പടമാണ് കണ്ടെന്ന് പറയാം. തമ്മിൽ കണ്ടിറങ്ങി കളങ്കാവില് കണ്ടിറങ്ങി. എങ്ങനെയുണ്ട് വിഷയം പടം? എത്തിക്കൽ പടം അത്ര പറയാനുള്ളു. പിന്നെന്താ, കുറച്ച് നമുക്ക് അറിയാലോ ആരൊക്കെയാണ് വില്ലൻ എന്നൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് കാണുന്നത്. അപ്പൊ അതൊരു പ്രഡിക്റ്റബിൾ ആണ്, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം ഞെട്ടിക്കില്ല. വില്ലൻ എങ്ങനെ കണ്ടുപിടിക്കുന്നു, എങ്ങോട്ട് പോകുന്നു, അതിലെങ്ങനെയാ പോകുന്ന രീതി, അത് അപ്രോച്ച് ചെയ്ത രീതി, അവരുടെ അഭിനയം, ചെറിയൊരു ട്വിസ്റ്റ് ഒക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ജിതിൻ കെ ജോസ് കുറുപ്പിന്റെ എഴുത്തുകാരനാണ്. അങ്ങനെ ഒരു ആദ്യമായിട്ടാണ്. പിന്നെ മമ്മൂക്കയെ പറ്റി എടുത്തു പറയേണ്ട കാര്യമില്ല. മമ്മൂക്കയുടെ നമ്മള് വിധേയനിലും ഭ്രമയത്തിലും പുഴുവിലും ഒക്കെ കണ്ടാണ് ഈ ഒരു നെഗറ്റീവ് പോലത്തെ റോള് ചോദിച്ചു വാങ്ങിച്ച വില്ലൻ വേഷം. അതുപോലെ എനിക്കൊന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മമ്മൂക്കനെ പറ്റി ഞാൻ എടുത്തു പറയും. അഭിനയം എന്ന് പറഞ്ഞാൽ ഇജാതിയൊക്കെ ഒരു മനുഷ്യനെ കൊണ്ട് അഭിനയിക്കാൻ പറ്റും. ഒരു ക്യാരക്ടർ റോള് ചോദിച്ചു വാങ്ങിക്കുക, അതിനെ ഇത്രയും ഗംഭീരമാക്കുക. ചിലപ്പോ വിനായകനാണ് ചെയ്തിരുന്നെങ്കിൽ ഈ പടം അങ്ങനെ അങ്ങ് പോയത്. പക്ഷെ ഇത് മമ്മൂട്ടി ആ നെഗറ്റീവ് റോളിലേക്ക് വരുമ്പോ അത് നമ്മള് എടുത്തു നോക്കും. വിഷയം പടം ഒരു നത്ത് വിഷയം അങ്ങനെ ഒരു പേരിട്ട്. പിന്നെ നമ്മള് മേക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ മേക്കിംഗ് വൈസ് കിടിലം എന്ന് പറഞ്ഞാൽ ഓരോ ഫ്രെയിം, ചില ഫ്രെയിമുകളൊക്കെ ഒരു ഡെപ്ത് കൊടുത്തിട്ടുണ്ട് ചില ഇതിലൊക്കെ. അത് നമ്മൾ ഞാൻ എടുത്ത് പറയുന്നില്ല, നിങ്ങൾ പടം ഇനി കാണാൻ പോകുന്നൊരു പൊട്ട് ശ്രദ്ധിച്ചാണ് ഞങ്ങള്. ഇതിന് മുമ്പത്തെ നമ്മളെ റിവ്യൂ അല്ല പ്രൊഡിക്ഷൻ പോലെ പറഞ്ഞിരുന്നു. ഓരോരുത്തരെ പൊട്ട് വെച്ച് വിക്ടിംസ് ആവുന്ന സ്ത്രീകളുടെ ഡീറ്റെയിലിംഗ് കൊടുക്കണ്ട, പൊട്ട് ശ്രദ്ധിക്കാം. ആ പൊട്ടിലുണ്ടല്ല സിറ്റുവേഷൻ സ്പോയിലർ അല്ല ഒരിക്കലും. അതിനകത്ത് ഒരു നമുക്ക് കുറച്ചും കൂടെ ഒരു രസമാവും. ഡെപ്ത് കിട്ടും. പെട്ടെന്ന് പോയി സിനിമ കണ്ടോ, അതെ സ്പോയിലർ ആയ കുറെ സീനുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. മ്യൂസിക് മുജീബ് മജീദാണ് അടിപൊളിയായിട്ട്. അതായത് സാധനം ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് പുള്ളി മ്യൂസിക് വർക്ക് ആക്കിയിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നായികമാരെല്ലാരും കിടിലായിരുന്നു. എല്ലാരും ഒന്നിനൊന്നും മികച്ച റോളുകൾ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ മമ്മൂക്ക പുക വിടണം, മറ്റേ വട്ടത്തിലുള്ള പുക. അത് എക്സൈറ്റ് സീനുകളാണ് കേട്ടോ. അത് പുള്ളിയുടെ ഒരു ട്രേഡ് മാർക്കാണ്. ഇപ്പൊ നമ്മൾ ഈ ചിലത് പറയല്ലോ മണി ഈസ് പ്രൊഫസറിന് കണ്ണാടിയെ കൊണ്ടെന്ന് പറയുന്നത് ഈ ക്യാരക്ടറിന് പറ്റിയ ട്രേഡ് മാർക്കാണ്. ഇപ്പൊ ഇറങ്ങിയ പടത്തിലെല്ലാം ഇന്റർവൽ ബ്ലോക്ക്, ഇന്റർവൽ ഇന്റർവൽ ആകെ എത്ര മൊത്തത്തിൽ 58 മിനിറ്റിലാണ് കണ്ടല്ലേ. അതിലൊരു ഇന്റർവൽ ബ്ലോക്ക് വരും മോനെ. പിന്നെ 1.5 മിനിറ്റ് അങ്ങ് ഇന്റർവെൽ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ ലാസ്റ്റ് 20 മിനിറ്റിൽ കത്തിക്കും. അത്രേ ഉള്ളൂ. പകരം വെക്കാത്ത നായകനും പകരം വെക്കാത്ത പ്രതിനായകനും, അത്ര എനിക്ക് പറയാം. പിന്നെ മ്യൂസിക് ഡയറക്ഷൻ എല്ലാരും പക്ക. നിങ്ങൾ പെട്ടെന്ന് പോയി കണ്ടോളി എന്ന് പറയാം. കഴിവുള്ളവർക്കല്ലേ മമ്മൂക്ക കൊടുക്കും, അറിയാലോ. പിന്നെ മമ്മൂട്ടി കമ്പനി തന്നെ ഇന്റർവെല്ലെ കഴിഞ്ഞപ്പോ വിഷയം ഇന്റർവെല്ല് എന്നൊക്കെ പറഞ്ഞ് നിർദ്ദേശിച്ചിരുന്നു. അപ്പൊ അതൊക്കെയാണ്. അപ്പൊ അത്രയൊക്കെ ഉള്ളല്ലേ. അപ്പൊ നമ്മൾ കൂടുതൽ ദീർപ്പിക്കുന്നില്ല. എല്ലാരും പോയി പെട്ടെന്ന് പടം കണ്ടോളി. അപ്പൊ പുതിയ സിനിമാറ്റിക് വിശേഷങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. പുതിയ സിനിമാറ്റിക് വിശേഷങ്ങളുമായി കപ്ലിക്സ് ഉള്ളവരെ ലൈക്ക്